ഡോറേമോൻ എല്ലാവരും കാണുന്നത് ഒരു ഹാപ്പി കാർട്ടൂൺ ആയിട്ടാണ്. ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഒരു റോബോട്ട് ക്യാറ്റ് നൊബിതയുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ഫണ്ണി ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നു, പിന്നെ എല്ലാം ഹാപ്പി എൻഡിങ് ആവുന്നു. പക്ഷെ ഒരു ഡാർക്ക് തിയറി ആംഗിളിൽ നോക്കിയാൽ ഈ സ്റ്റോറി അത്ര സിമ്പിൾ അല്ല. ഈ തിയറി പ്രകാരം ഡോറേമോൻ യഥാർത്ഥത്തിൽ ഫ്യൂച്ചറിൽ നിന്ന് വന്നൊരു റോബോട്ട് അല്ല. അത് നൊബിതയുടെ മനസ്സുണ്ടാക്കിയ ഒരു എസ്കേപ്പ് വേൾഡ് ആയിരിക്കും. നമ്മൾ കാണുന്ന നൊബിതോ എപ്പോഴും ഫെയിൽ ആവുന്നു. എക്സാമിൽ ഫെയിൽ, സ്പോർട്സിൽ ഫെയിൽ, ഫ്രണ്ടിന്റെ മുന്നിൽ എംബ്രേസ്മെന്റ്സ്, പാരൻസിന്റെ വഴക്ക്, ലൈഫിൽ എപ്പോഴും പ്രോബ്ലംസ് മാത്രം. ഒരു കുട്ടി ഇത്രയും പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഡോറേമോൻ എന്ന തിയറി പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഡോറേമോൻ വരുന്നതിന് ശേഷം നൊബിതയുടെ എല്ലാ പ്രോബ്ലംസും മാജിക് പോലെ സോൾവ് ആവുന്നു. എനി ഡോർ, എനി ടൈം മെഷീൻ, സ്മോൾ ലൈറ്റ്, ബിഗ് ലൈറ്റ്, ഫ്യൂച്ചർ ഗാഡ്ജറ്റ്സ് എൻലെസ് ആയി വരുന്നു. പക്ഷേ ഒരു സ്ട്രേഞ്ച് കാര്യമുണ്ട്, ഈ ഗാഡ്ജറ്റ്സ് ഒരിക്കലും പെർമനന്റ് ഹാപ്പിനെസ് കൊടുക്കുന്നില്ല. ഓരോ എപ്പിസോഡിൽ നൊബിത ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നു, ഡോറേമോൻ ഒരു ഗാഡ്ജറ്റ് കൊടുക്കുന്നു. കുറച്ച് സമയം എല്ലാം പെർഫെക്റ്റ് ആയി തോന്നും, പക്ഷേ അവസാനം എല്ലാം വീണ്ടും പഴയ പൊസിഷനിൽ എത്തും. നെക്സ്റ്റ് ഡേ സെയിം നൊബിതോ, സെയിം ഫെയിലിയേഴ്സ്, സെയിം സ്ട്രഗിൾസ്. ലൈക്ക് അവന്റെ ലൈഫ് ഒരു ലൂപ്പിൽ ട്രാപ്ഡ് ആയതുപോലെ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. ഡാർക്ക് തിയറി ഇവിടെയാണ്. ഡോറേമോൻ റിയൽ ആയിരുന്നെങ്കിൽ ഇത്രയും പവർഫുൾ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത് നൊബിതയുടെ ലൈഫ് പെർമനന്റ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ അത് ഒരിക്കലും സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ചില ഫാൻസ് പറയുന്നത് നമ്മൾ കാണുന്ന ഡോറേമോൻ ഗാഡ്ജറ്റ്സ് റിയാലിറ്റിയിലല്ല, അത് നൊബിതയുടെ ഇമാജിനേഷൻ ആണ്. ഓരോ തവണ അവൻ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോഴും അവന്റെ മനസ്സ് ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഷോർട്ട് കട്ട് ആണ് ഗാഡ്ജറ്റ്സ്. എനിവെയർ ഡോർ എന്നത് എസ്കേപ്പ് ചെയ്യാനുള്ള ആഗ്രഹം, ടൈം മെഷീൻ എന്നത് പാസ്റ്റ് മാറ്റാനുള്ള ആഗ്രഹം. അതായത് ഗാഡ്ജറ്റ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്, നൊബിതയുടെ ഇമോഷൻസ് ആണ്. മറ്റൊരു ഡിസ്റ്റർബിംഗ് ഡീറ്റെയിൽ, ഡോറേമോൻ എപ്പോഴും നൊബിതയുടെ സൈഡിലുണ്ട്. പക്ഷെ നൊബിതയുടെ പാരൻസും ഫ്രണ്ട്സും ഡോറേമോനെ വളരെ നോർമലായി അക്സെപ്റ്റ് ചെയ്യുന്നു. ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഒരു റോബോട്ട് ക്യാറ്റ് അവരുടെ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് ഒരു ഷോക്ക് പോലുമല്ല. ലൈക്ക് അവർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. തിയറി പ്രകാരം അതിന് കാരണമുണ്ട്. ബിക്കോസ് ഡോറേമോൻ അവർ കാണുന്നതല്ല, നൊബിതോ കാണുന്നതാണ്. നമ്മൾ സ്റ്റോറി കാണുന്നത് നൊബിതയുടെ പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ടാണ് ഡോറേമോൻ എല്ലാം നോർമലായി തോന്നുന്നത്. പക്ഷെ റിയാലിറ്റിയിൽ നൊബിതോ തൻ്റെ ലോൺലിനെസ്സും ഫെയിലിയേഴ്സും പ്രഷറും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഇമാജിനറി കമ്പാനിയനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഡോറേമോൻ. ഏറ്റവും സാഡായ പാർട്ടി ഇനിയാണ് വരുന്നത്. പല എപ്പിസോഡിലും ഡോറേമോൻ ഫ്യൂച്ചറിൽ തിരിച്ചു പോകുന്നു എന്ന് പറയുന്നു. ആ മൊമെന്റ്സിൽ നൊബിതോ ഭയങ്കര സങ്കടപ്പെടുന്നത് കാണാം. ലൈക്ക് അവൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അവനെ വിട്ടുപോകുന്നത്. കാരണം തിയറി പ്രകാരം ഡോറേമോൻ ഡിസപ്പിയർ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ പോകുന്നതല്ല, നൊബിതോ റിയാലിറ്റീനെ ഫേസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ സൈനാണ്. പക്ഷേ അവൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഡോറേമോൻ വീണ്ടും തിരിച്ചു വരുന്നു. ലൂപ്പ് വീണ്ടും സ്റ്റാർട്ട് ആവുന്നു. മറ്റൊരു ക്രീപ്പി ഡീറ്റെയിൽ എന്താണെന്നാൽ ഡോറേമോനിൻ്റെ പോക്കറ്റിൽ നിന്ന് വരുന്ന ഗാഡ്ജറ്റ്സും ഓൾമോസ്റ്റ് ലിമിറ്റ് ഇല്ല. എപ്പോഴും പുതിയ ഗാഡ്ജറ്റ്, പുതിയ സൊല്യൂഷൻ, പുതിയ മിറാക്കിൾ. പക്ഷേ ഈ മിറാക്കിൾസ് എല്ലാം ഒരു കാര്യം മാത്രം ചെയ്യുന്നു, നൊബിതനെ കുറച്ച് സമയം സന്തോഷിപ്പിക്കുന്നു. അതിനുശേഷം അവൻ വീണ്ടും റിയാലിറ്റിയിൽ തിരിച്ചു വീഴുന്നു, ലൈക്ക് ഒരു ഡ്രീമിൽ നിന്ന് ഉണരുന്നത് പോലെ. അതുകൊണ്ട് ചില ഫാൻസ് പറയുന്നത് ഡോറേമോൻ ഒരു ക്യാരക്ടർ അല്ല, അത് നൊബിതയുടെ ഹോപ്പാണ്, അവൻ്റെ മനസ്സിൻ്റെ അവസാന ഡിഫെൻസ് മെക്കാനിസം. അതുകൊണ്ടാണ് ഡോറേമോൻ ഒരിക്കലും പൂർണ്ണമായി ഡിസപ്പർ ചെയ്യാത്തത്. കാരണം ഡോറേമോൻ പോയാൽ നൊബിതോൻ്റെ റിയാലിറ്റീനെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ തിയറി ഇവിടെയും അവസാനിക്കുന്നില്ല. നൊബിതയുടെ ലൈഫിൽ എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ഡോറേമോൻ വന്നതിന് ശേഷമാണ് സംഭവിക്കുന്നത്. കോൺഫിഡൻസ് കിട്ടുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഫ്രണ്ട്സിനെ ഇംപ്രസ് ചെയ്യുന്നത്, ഷിസുക്കയുടെ അടുത്ത നല്ല ഇമേജ് ഉണ്ടാക്കുന്നത്, ഓൾമോസ്റ്റ് എല്ലാം ഡോറേമോൻ വഴിയാണ്. ലൈക്ക് നൊബിതോ തനിച്ച് നിൽക്കുമ്പോൾ അവൻ വളരെ വീക്കാണ്, പക്ഷേ ഡോറേമോൻ കൂടെ ഉണ്ടെങ്കിൽ അവൻ സ്ട്രോങ്ങർ ആവുന്നു. തിയറി പ്രകാരം ഇതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇതൊരു സൈക്കോളജിക്കൽ ഡിഫെൻസ് മെക്കാനിസമാണ്. അതായത് നൊബിതോയുടെ മനസ്സ് ഡോറേമോനിൽ അത്രയും ഡിപ്പെൻഡ് ആയി കഴിഞ്ഞു. ഡോറേമോൻ ഇല്ലാതെ അവന് തന്നെ കംപ്ലീറ്റ് അല്ല എന്ന് തോന്നുന്നു. നമ്മൾ ഗാഡ്ജറ്റ്സ് എന്ന് കാണുന്നത് ഒരു കുട്ടിയുടെ റിയാലിറ്റിയിൽ നിന്നുള്ള എസ്കേപ്പ് അറ്റംപ്റ്റ്സ് ആയിരിക്കും. ഈ തിയറി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാർട്ടൂണിനെ ഒന്നുകൂടെ വായിച്ച് നോക്കൂ, ഇത് ഡോറേമോൻ തന്നെയാണോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് മീ മല്ലു മിസ്റ്ററി സൈനിങ് ഔട്ട്.